MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയേ സത്യം ശിവം ഒരു സ്റ്റൂളിന് എത്ര കാലുണ്ട്? 4 കാല്. 4 കാലിന് 4 ആള് വേണ്ടി വരും. എന്റെ പുണർദം പുണരാനുള്ള മോഹമുള്ള ഒരാളാണ്. മൂലത്തിൽ അഗ്നിഹോമം നടത്തിയാൽ പൊള്ളിക്കേറില്ലേ? കൂടെ ജലധാര കഴിച്ചാൽ മതി. അരടിക്കണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ. മിടുക്കി 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 കണ്ണിനുള്ളിലെ കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി 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 മിടുക്കി 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 കണ്ണിനുള്ളിലെ കാണാത്ത കയറിട്ട് കരളിലെ മാനിനെ കുടുക്കി 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 കുടുക്കി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, കയറി പോയാത് വിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടില്ല. വിളിച്ചാ ഫോൺ എടുക്കില്ല, കിട്ടൂല. എന്റെ സുനിക്കറിയാമോ, ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല. പക്ഷെ ഈ റമോയെ കൊണ്ട് ഞാൻ തോറ്റു. അതല്ലെങ്കിലും എങ്ങനെയാ, ഇങ്ങേരുടെ കൂടെയാണ് കൂട്ടത്രയും. ശമ്പളം മേടിക്കുന്ന എന്റെ കയ്യിൽ നിന്നാണെങ്കിലും കൂറ് മുഴുവനും അങ്ങേരടുത്താണ്. എന്നാണോ ഇങ്ങേരടുത്ത് പോകുന്നത് അന്നേ നന്നാവുള്ളൂ. അങ്ങനോട് ഒരു കാഫേ, അങ്ങനോട് മേശയും അങ്ങനോട് ഒരു കസേരയും. കണ്ടു കണ്ടു ഇതിനെ നമ്മള് വിചാരിച്ചത്ര കുഴപ്പമൊന്നും ഇല്ല. അതെ അതെ, അത് പിന്നെ ഈ കഫേലോട്ടൊന്നും അധികം ആരും വരാറില്ലല്ലോ. അതുകൊണ്ട് ഈ കസേര കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാറില്ല. ഞാന് ഒരു സെറ്റപ്പിൽ അത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അതിനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് സുന്ദരനായിട്ടിരിപ്പുണ്ട്. ഇതിപ്പോ നമ്മള് 3 പേരും മാത്രം അറിഞ്ഞാ മതി, വേറെ ആരും പാപ്പച്ചനോട് പറഞ്ഞേക്കാം. വേണ്ട, ഇത് നമുക്ക് കട്ടിങ്ങും ഷേവിങ്ങും ചെയ്യാനുണ്ടായിരുന്നില്ലേ? വന്നാ മതി കേട്ടോ, ഫ്രീയാ, ഫ്രീ. ചേട്ടന് മുടി എന്തോ വന്നാ മതി, ഫ്രീ ആട്ടോ, ഫ്രീ ആണേ. എന്താ ഒരു ചൂട്. നീ പോയേ ഒരു ഗ്ലാസ് തണുത്തോളം കൊടുത്താ. എന്ത് പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടതാ. സത്യം ശിവം. ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ബാക്കി ഇന്ന് രാവിലെ കണ്ട് ഇപ്പൊ പേടിച്ചു പോയതാണ്. ഓ എന്റെ ജനേ, ഒന്നും പറയണ്ട, ഞങ്ങളൊന്നും പുറത്തേക്ക് പോയേക്കരുത്. സാധനങ്ങൾ വാങ്ങണ്ടേ? സാധനങ്ങൾക്കൊക്കെ എന്താ എന്താണിത്? തീ എവിടെയോ തീ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് കേട്ട് ഞാൻ പേടിച്ചു പോയതല്ലേ. സാധനങ്ങൾക്കല്ലേ? സാധനങ്ങൾക്കായിരുന്നല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാൻ. നീ ഇരുന്ന് സംസാരിക്കണം. നമുക്ക് എന്താ സംഭവം എന്താ ഞങ്ങക്ക് മനസ്സിലാവും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യമായിട്ടൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കടക്കകത്ത് പോയിരുന്ന് സംസാരിക്കണം. അല്ലാതെ ഇങ്ങനെ എല്ലാരും കേൾക്കല്ലേ രഹസ്യം പറയണോ? അത് നമ്മളല്ലേ തീരുമാനിക്കണം സംസാരിക്കണം. അല്ല പാപ്പച്ചൻ ചേട്ടാ, എന്നാലും മുതലാളിയുടെ മുന്നിൽ തൊഴിലാളി ഇരുന്ന് സംസാരിക്കാൻ പാടില്ല. അത് ശരിയാണല്ലോ, പോയിന്റ് ആണല്ലോ. പോയിന്റ് മനസ്സിലാക്കാം. ഇനി മുതൽ
നീ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. മനസ്സിലാവണ്ട ഭയങ്കരം. കേറി പോണാകത്ത് അത് വേറെ പണിയില്ലേ നിനക്ക് അത്രേ ഉള്ളൂ. ശരിക്ക് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എനിക്ക് ഈ ഇരുന്ന ബ്ലഡ് സർക്കുലേഷൻ നിന്നാലാണ് ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകുന്നത്. ഇതെന്താ ഈ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിരിക്കാം. അല്ല പാപ്പച്ചൻ നിക്കണം, പാപ്പച്ചൻ നിന്നാലേ ആ ഒരു തലയെടുപ്പുള്ളൂ. ആ ഇത് തലയെടുപ്പൊന്നുമല്ല കേട്ടോ, ഇതെന്തോ ഒരു മുതലെടുപ്പിന്റെ കാര്യ. ജെനി, ആ, ഞാൻ നോക്കിയിരിക്കുവാ. ഹായ് ഹണി, ഡ്രസ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാ. നല്ല കളർ. എനിക്കൊരു ഫോട്ടോ എടുത്ത് തന്നെ. പിന്നെന്താ, സ്മൈൽ പ്ലീസ്. ഒന്ന് നോക്കി, അടിപൊളിയല്ലേ? സൂപ്പർ, അടിപൊളി. നീ ഒരു ഫോട്ടോയും കൂടെ എനിക്ക് നമുക്ക് വേണം. ഇവിടെ ഒരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും, ഇവിടെ ഇരുന്നെടുക്കാം, അതാകുമ്പോ ഷേപ്പ് കിട്ടുമല്ലോ. എന്താ അല്ല ഇരുന്നെങ്കി ഇപ്പൊ ഷേപ്പൊക്കെ മാറിയേനെ. അല്ല അതല്ല, ഈ നിക്കുമ്പോഴാണ് ഒരു എന്താ പാപ്പച്ച, 2 പപ്സ് 3 ചായ ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഓർഡർ ചെയ്തല്ല, നിങ്ങൾ വെള്ളം വെച്ചപ്പോ തെറിച്ചു പോയ സാധനങ്ങളാണ്. സോറി. ഈ ജെനി ഇങ്ങനെ ഒത്തിരി ഒച്ച വയ്ക്കണ്ടായിരുന്നു. ഈ ജനിക്ക് എന്താ പറ്റിയത്? കാലത്ത് പഠിക്കുന്നത് എനിക്ക് കുഴപ്പമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തോ മാറ്റം ഉണ്ടല്ലേ? ഒന്നുമില്ല ഒരു കുഴപ്പമില്ല. പാപ്പച്ച കൊടുകൈ. എന്തിന്? താങ്ക് യു. എന്തിന്? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഫോട്ടോയിന് ആദ്യം ലൈക്ക് അടിച്ചിരിക്കുന്നത് പാപ്പച്ചനാ. താങ്ക് യു. ഞാൻ ലൈക്ക് അടിച്ചതാ. ഞാൻ കൊറേ ഇങ്ങനെ പല പല കളറുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മരത്തിൽ ഇങ്ങനെ ചാരി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഫസ്റ്റ് ലൈക്ക് അടിച്ചത് പാപ്പച്ചനാണെന്ന്. താങ്ക് യു. അത് ഹണിയായിരുന്ന? ഞാൻ കരുതി മരയോന്തായിരിക്കുന്നു. പിന്നെ എന്നിട്ട് അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കിടക്കും എന്ന് പറഞ്ഞിട്ട്. അയ്യോ കിടക്കുമെന്നല്ല, ഇത് കടിക്കും എന്നാണ് ഞാൻ ഇനി എന്റെ പുറകെ വാ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. സോറി. ഇനി എനിക്ക് കാപ്പി വേണ്ട, പപ്സ് വേണ്ട, പോടുന്നു. സെറ്റ് ഔട്ട്. സൂപ്പർ പോലെ സൂപ്പർ. ചരൺ एक अंडा और चाय लो ना. അണ്ടാവിൽ ചായയോ? നമ്മളിവിടെ കപ്പിലാ കൊടുക്കല്. अंडा भी चाय അല്ല, അണ്ട ഒരു മുട്ടയും ഒരു ചായയും എടുക്കൂന്ന്. മൊത്തത്തിൽ ഒരു സ്റ്റൈലായിട്ടുണ്ടല്ലോടാ. ഫുൾ സ്റ്റൈല്. ഇത് കണ്ടാ പഴയ ട്രെയിനിന്റെ മുൻഭാഗം പോലില്ലേ? നീ എന്തൊക്കെ കളിയാക്കിയാലും ടോട്ടല് ഒരു ബോളിവുഡ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം? സത്യം എന്റെ ജീവിതത്തിലെ വലിയൊരു ഒരു സംഭവം നടക്കാൻ പോച്ചാ. എന്നെ കാണാൻ ഒരു പെൺകുട്ടി ഇവിടെ എത്തുക മാളിൽ. പഞ്ചാബിലടി. പഞ്ചാബ് ലേഡിയാ? ആ ഇപ്പൊ കുട്ടികൾ കഞ്ചാവ് അടിക്കുന്ന പെൺകുട്ടികളുണ്ട് ഇപ്പൊ. കഞ്ചാവല്ലെന്ന്, അതാ പഞ്ചാബിലടി. പഞ്ചാബിലടി, പഞ്ചാബി. ആ ഞങ്ങള് ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ട. ആ എന്നോട് മുടിഞ്ഞ പ്രേമോച്ചാ. സത്യം പറഞ്ഞാൽ എന്നെ കാണാൻ ഞാൻ അവക്കൊരു സമാധാനമില്ലെന്നാ പറയുന്നത്. അത് നേരിട്ട് കാണുന്ന സമാധാനം കൊണ്ട് പോയിക്കോളൂ. മൊത്തം ഹിന്ദിക്കാരനായി മാറിയല്ലോ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആപ്പ ടീമൊന്നുമല്ല, MBBS കാരിയാ. MBBS ഏരിയ. എടാ നിനക്ക് അത്ര കഴിവൊക്കെ ഉണ്ടോ MBBS ഒക്കെ? പിന്നെ എനിക്കില്ലേ, ഞാൻ MBBS അല്ലേ. നീയാ MBBS? പോടാണ്. അച്ഛാ മാസ്റ്റർ ഓഫ് ബാർബറിംഗ് ആൻഡ് ബാച്ചിലർ ഷേവിംഗ്. യെസ് ഐ ആം. അച്ഛാ ചെറിയ ആളൊന്നുമല്ല, വലിയ ആയിപ്പോയി. റെമോ, യെസ് മാഡം. ഇങ്ങ് പോരെ. വരുവാ, ഒരു മിനിറ്റ് എന്താ വരുന്നു. അല്ല നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്ന, എങ്ങ് പോരെ. ഈ പണ്ടാരത്താളേക്ക് ഒരു പണിയില്ല. ഞാൻ വരുവാണ് മാഡം, ഇപ്പൊ വരാം. പ്ലീസ് ഒരു മിനിറ്റ്. പിന്നെ അവിടെ ഇരിക്കുന്ന കസേരയിലൊന്നും ഇരിക്കാൻ നോക്കണ്ട കേട്ടോ. എവിടെയാണ് നമ്മള് കമ്പനി ആവുന്ന വിചാരിച്ചത്? വരുവാ മാഡം, ഇപ്പൊ വരുവാ. കല്യാണം കഴിഞ്ഞ് പഞ്ചാബിൽ ചെന്നിട്ട് വേണം അവിടെ കുടുംബത്തിൽ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ. ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഈ കസേരയിൽ ഇരിക്കല്ലേന്ന്. എന്തോ ഒരു ഒച്ചയായിട്ട് എന്താ പറ്റിയേ? ദേ ഈ പാപ്പച്ചന്റെ കടയിൽ ഓണക്ക കസേരയിൽ ഇരുന്ന് ഒടിഞ്ഞു വീണതാ. പോയി എല്ലാം. നടു ഒടിഞ്ഞെന്ന് തോന്നുന്നല്ലോ.
അയ്യോ തവള പോലെയായി. ഇതിപ്പോ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ എന്തോരം പാടാന്നറിയോ? അതെ. എക്സ്റേ എടുക്കണം, ECG എടുക്കണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, ആൻജിയോഗ്രാം ചെയ്യണം. ഇതൊക്കെ ചെയ്താലേ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അതിന്റെ ചെലവിനുള്ള കാശ് പാപ്പിച്ചൻ തന്നേ പറ്റൂ. അതെന്ത് പണിയാണ്? എന്റെ കടയിലെ കസേര ഓടിച്ചിട്ട് ഞാൻ അതിന്റെ കാശ് തരണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെ ന്യായമാണ്. അപ്പൊ ചായ കസേര പണിയുമ്പോ നന്നായിട്ട് പണിതണം. മനുഷ്യർക്ക് അയ്യോ അയ്യോ മേഡം എന്തിനാ കരയുന്നത് മേഡം? എന്താന്നറിയില്ല, പണ്ട് ഇങ്ങനെ സന്തോഷം വന്ന എന്റെ കണ്ണിൽ കൂടെ വെള്ളം വരും. മേഡം എന്നടാ ഇങ്ങനെ അയ്യോ എന്ത് പണിയാണു തങ്ങൾ? അയ്യോ എന്റെ പൊന്ന് ബേബിച്ചോ. സംഭവം എന്ത് പണിയാ കാണിച്ച ബേബിച്ച. അങ്ങനെ കസേരന്ന് വീണ് താഴെ വീണ് കിടക്കരുതില്ലേ? അതെ അല്ലല്ലേ നടുപിടിഞ്ഞിരിക്കുവായിരുന്നു. അയ്യോ കസേരന്ന് വീണ് താഴെ കിടക്കുമായിരുന്നു. ഞാൻ പാല് കുടിച്ചോണ്ട് ഇവിടെ കിടക്കുമായിരുന്നു. എന്തുവാ സംഭവം? എന്തുവാ ആളെ പഞ്ചാബിൽ ഒരു പെണ്ണുമായിട്ട് എന്തോ ലൈനടി കേസൊക്കെ ആയി. അതാണ് ഈ സെറ്റപ്പിലൊക്കെ നിക്കണത്. നിനക്ക് ലൈനോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്തുമാത്രം നമ്മളെ ലൈൻ അടിച്ച് വീഴ്ചിട്ടുണ്ടെന്ന് അറിയാവോ? അത് ലൈൻ അടിച്ചല്ലായിരിക്കും, വലിയ ചതിക്കുഴി ഉണ്ടാക്കിയിട്ട് അത് വീഴ്ചയായിരിക്കും. മേഡം ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോഴേ എന്നെ ഓരോരുത്തർ പറയും ഷൽമാക്കാനെ എന്നാ വിളിക്കുന്നത് എന്നെ. സൽമാക്കാനെ നല്ലായിരിക്കൂടാ, അത് കരിമാക്കാനെ എന്നായിരിക്കും വിളിച്ചത്. നീ കേട്ടതിന്റെ കുഴപ്പമാ. വാ ഈ എഴുഞ്ഞ നടക്കാതെ എല്ലാം ഇച്ചിരി സ്പീഡപ്പ് ആക്കണം കേട്ടോ. ഒത്തിരി പണി ബാക്കിയുണ്ട്. വേഗം വരണേ കേട്ടോ. മേഡം കണ്ണിച്ചോരയില്ലേ മേഡം? ഫോൺ അടിക്കത്തല്ലോ. ഹലോ 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 ആരാ? സേട്ടാ സേട്ടാ ഞാനിവിടെ ഉണ്ട് സേട്ടാ. മല്ലിക സിംഗാ? ആ അയ്യോ എവിടെ? സേട്ടൻ എവിടെ? നാളെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ കടയുടെ പാർലർ എന്ന് പറഞ്ഞ അവിടെ ഉണ്ടല്ലോ. സേട്ടൻ എവിടെ സേട്ടാ? വേഗം വാ സേട്ടാ. കോനെ? കൂനല്ല, ഇവിടുത്തെ ബേബി ചായന് ഇടിച്ച് കൂനായി പോയതാ. ഞാൻ റെമോ. റെമോ? റെമോ ഇല്ല ആയേ? ഇത് റെമോ അല്ല. റെമോ? എന്റെ സേട്ടൻ വേറെ. അയ്യോ ഞാൻ മുടി ചകിരി മുടി മാറ്റി ഇങ്ങനെ ആക്കി നിനക്ക്. ഇല്ല ഇല്ല എന്റെ സേട്ടൻ നല്ല സേട്ടൻ ഇത് അല്ല. സത്യം നാനും റെമോ അല്ല ഇത് റെമോ അല്ല. ബേബി ചായ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ബേബി ചായ. അയ്യോ പെണ്ണല്ലേ പെണ്ണേ. भाई बहन क्या हो गया? अरे भाई ये आदमी मेरा को ये आदमी? अरे साले कुत्ते कमीने बच्चे उल्लू का पोता है। मार उसको। मार उसको। അയ്യോ पैसा दो ഇടപെടണ്ട ഇന്ത്യക്കാരാ. പൈസ എന്തിനാ? पैसा दो। പൈസ എന്തിനാ? मैं पंजाब से ट्रेन में आया, उसका पैसा दे। पैसा दे। पैसा अरे बेटा कम ऑन। മല്ലിക മല്ലിക അല്ലിക്കൊക്കെ പോയടാ. ഈഗയൊക്കെ പോയി. ഈഗ. പാവമുണ്ട് കേട്ടോ. കരയണ്ട കേട്ടോ. പഞ്ചാബിന്ന് കാമുകിയെ ആങ്ങളമാരെയും വിളിച്ച് നല്ല സുഭിക്ഷമായിട്ട് ഇടികൊണ്ട് എന്നിട്ട് അവന്മാർക്ക് സുരക്ഷിതമായി തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയും കൊടുത്തു വിട്ട ലോകത്തിലെ ആദ്യത്തെ കാമുകരാണ് ഇവൻ. അതവിടെ കൊണ്ടുപോവാ. ചെറിയൊരു പ്രേമ കേസ്. ആണോ? ആ പഞ്ചാബിലുള്ള പെണ്ണിനെ അവൻ കയറി പ്രേമിച്ചു. ആങ്ങളമാര് വന്ന് നല്ല മൃഷ്ടാനം അടിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ തുടങ്ങാൻ പോണുള്ളൂ. എന്റെ കസേര ഒരെണ്ണം ഓടിച്ചിട്ടുണ്ട്. അതിനൊരു തീരുമാനം ഉണ്ടായിട്ട് കാര്യങ്ങൾ പോയാൽ മതി. അല്ല ആരോടിച്ചോ എന്നാണ് പറയണത്. നിങ്ങളുടെ കടയിലെ തൊഴിലാളി റമോ ജെനി എനിക്ക് കാശ് തന്നവനി. ബഹളം ഉണ്ടാക്കല്ലേ. എനിക്ക് പരിചയത്തിൽ ഒരു കാർപ്പന്റർ ഉണ്ട്. ഈ കാർ ഡ്രൈവർ വന്നിട്ട് എന്നാ ചെയ്യാനാ? കാർ ഡ്രൈവർ അല്ല, കാർപ്പന്റർ. ഓ എന്റെ ബേബിച്ച മേസ്ത്രി. സോറി. അപ്പൊ ആശാരി അയാള് എന്റെ വീട്ടിലൊരു കൂട് പണിയാൻ വന്നിരുന്നേ, കോഴിക്കോട്. നല്ല അസലായിട്ട് പണിതു. അപ്പൊ ആ പുള്ളിയെ ഞാൻ റെഡിയാക്കി തന്നേക്കാം. ഇന്ന് തന്നെ വരും. ശരി. അല്ല കോംപ്രമൈസ്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാ. ഹലോ ചേട്ടാ. അതെ, നമ്മുടെ മോളില് ഒരു കഫേയിൽ ഒരു ചെയറിന് പ്രശ്നമുണ്ടേ. ഒന്ന് ശരിയാക്കാൻ ഒന്ന് വേഗം എത്താൻ പറ്റുമോ? ഓ ശരി, ഓക്കെ. ഓക്കെ. മേഡം അപ്പൊ പണിക്കാർ വരുമല്ലേ? പിന്നെ വരും. വന്നാ മതി. ഓരോ പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാൻ പറ്റുള്ളൂ. മലയാള സിനിമയിൽ ഇന്ന് സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള ഒട്ടേറെ നായികമാർ നമുക്കുണ്ട്. അവരിൽ നിന്ന് ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു നായികയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം ലിച്ചി.
गोरी तेरा ठुमका Dance बसंती അന്ന രേഷ്മ രാജൻ എന്നാണ് ഒറിജിനൽ പേര്. ലിച്ചി എന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. അന്ന എന്ന് പറഞ്ഞത് പള്ളി പേരാണ്, മാമോദിസ പേരാണ്. ഓക്കെ പിന്നെ രേഷ്മരാജനാണ് സ്കൂൾ നെയിം. ഓക്കെ. സോ അന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ എന്റെ എല്ലാരും വിളിക്കുന്നത് അന്നമ്മോ എന്നാണ്. ഫിലിമിലാണ് പിന്നെ ലിച്ചി എന്നുള്ള പേര് ഫിക്സഡ് ആയേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒട്ടുമിക്ക എല്ലാവരും ലിച്ചി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമ ലോനപ്പന്റെ മാമോദിസ. ഓക്കെ. എന്തൊക്കെയാണ് ആ സിനിമയുടെ വിശേഷങ്ങൾ? ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ജയറാമേട്ടൻ്റെ ഒരു വേറിട്ടൊരു വരവാന്ന് നമുക്ക് പറയാം. പിന്നെ ഒരു ഫാമിലി മൂവിയാണ്. ഡയറക്ടർ ലിയോ സാറാണ്, ലിയോ തത്തേവ സാറ്. പ്രൊഡക്ഷൻ പെൻ ആൻഡ് പേപ്പർ ക്രിയേഷൻ തന്നെ പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇപ്പൊ ഒരു തമിഴ് ഫിലിമിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരു അതർ ലാംഗ്വേജിൽ പോയി അഭിനയിച്ച് വന്നപ്പോൾ എക്സ്പീരിയൻസ്, അവിടുത്തെ ആക്ച്വലി അത് പകുതിയായിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അത് ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. ഇവൻ തമിഴ് മൂവി ഒരു ഹിറ്റായ ഒരു പണി പറഞ്ഞില്ലേനോ? പറഞ്ഞിരുന്നു. നമ്മളെ അതെ ഒരു സ്റ്റൂളെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണം. കാലൊടിഞ്ഞ? കാലൊടിഞ്ഞു. അല്ല എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല, ഒരു 3-4 പേര്. എന്താ എത്ര പേര്? 4 ആള് പണിക്ക് എന്നാണ് സ്റ്റൂളിന്റെ പണിയല്ലേ? 4 ആളെന്തിനാ? ഒരു 5 മിനിറ്റത്തെ പണിയല്ലേ ഉള്ളൂ. ഒരു സ്റ്റൂളിന് എത്ര കാലുണ്ട്? 4 കാല്. 4 കാലിന് 4 ആള് വേണ്ടി വരും. ഒരു കാലിനുള്ള ഒരാള് അവിടെയല്ലേ പണി? അതെ അതെ അതെ. വരിട്ടാ. ഇതന്നെ ഇതന്നെ കസേര മലന്ന് കിടക്കുന്ന ഇത് പൊട്ടിയതാ, എല്ലാം പൊട്ടിപ്പോയതാ. ഇത് ഒന്നേ പൊട്ടിയുള്ളൂ അല്ലേ? ഇങ്ങനെ 4 ആൾ, ഇത് ആകെ ചെറിയ പണിയല്ലേ ഉള്ളൂ. അതിന് എത്ര പാട് ആൾക്കാരൊക്കെ വന്നേ? അത് ഞങ്ങള് പാക്കേജ് ആണെന്ന്. എന്നാ പിന്നെ എല്ലാ ഫാമിലിനെ അടക്കം ഇങ്ങോട്ട് കൂട്ടിക്കൂടെ? പാക്കേജ് ഫാമിലി പാക്കേജ് ആയിക്കൂടെ? ഫാമിലി പാക്കേജാ? അത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാരും പണിയെടുക്കൂല, ഞാൻ മാത്രം എന്റെ വീട്ടിൽ പണിയെടുക്കുള്ളൂ. പ്രാർത്ഥന നോട്ടെ. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പിന്നെ ഞങ്ങളെ കൈത്തൊഴിലല്ലോ. തിലകന്റെ ഫോട്ടോ ഇതാരാന്നെ വിചാരോ? ഇതാണ് പെരുന്തച്ചായി. ഞങ്ങളെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങളെ പറഞ്ഞ പെരുന്തച്ചായി, കടമറ്റത്തച്ചായി, കടമ്പക്കുളത്തച്ചായി. കടമറ്റത്തച്ഛൻ പള്ളിയിലച്ഛനല്ലേ? കടമറ്റത്തെ അച്ഛൻ പള്ളിയിലച്ഛനാണ്, അത് വേറെ അച്ഛൻ. ഇതിന്റെ അച്ഛൻ കടം മൂത്ത് ഒരു അച്ഛത്തായ അച്ഛനാണ്. ശരി, അങ്ങനെ. ലോകമാന്യത്തിലേക്ക് പോയി ഓന്റെ നാട്ടിലെ പോണ ട്രെയിനാ അപ്പൊ പറഞ്ഞേ. ലോകമാന്യത്തിലേക്ക് തേങ്ങയൊക്കെ ഏതാ? അല്ല ചന്ദനത്തിരി തേങ്ങ വേണ്ടേ? ശബരിമലക്ക് പോവല്ല, ആശാരി പണിക്ക് എന്നാ പണി തുടങ്ങിക്കോളി. എല്ലാരും കൊണ്ട് കാട്ടി ഈ തെക്കോട്ട് നീക്കോ. തെക്കോട്ട് ഇപ്പൊ തന്നെ ആ പണിയെടുത്തോന്ന്. അങ്ങനെ വടക്കോട്ട് അജി അങ്ങോട്ടേ പോയി വിടും. ഇല്ല അല്ല, നമ്മളെന്താ യുദ്ധത്തിന് ഇറങ്ങിയതാ? യുദ്ധത്തിന് തന്നെയാണിത്. പണി തീരുമ്പോഴേക്കും ഒരു യുദ്ധം ഉണ്ടാവും. ഞങ്ങൾ കേടല പണി നടന്നോളി. ആ മരം കൊണ്ട് എടുത്തോളി. നോക്കട്ടെ. ഓൻ തുടങ്ങി ചെങ്ങാനതാ കൂട്ടി തരാത്തേക്ക്. തുടങ്ങി എന്തിട്ടാണ്ട് മോട്ടോർ വെച്ച മാതിരി ഇങ്ങാരി സ്പീഡ് പോണേ. ഇങ്ങോട്ട് വാ, കാണിച്ചല്ല. കൈ പിടി. പോലുള്ള ആൾക്കാർ ഇങ്ങനെ സ്പീഡ് പണിയെടുക്കരുത്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോയിട്ട് 4 ദിവസം കൊണ്ട് തീർക്കേണ്ട പണി ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർത്ത ആളായി. അതുകൊണ്ട് ഈ മെല്ലെ മെല്ലെ പണിയെടുത്താൽ മതി, കൂലി വേണമെങ്കിൽ. കാണിച്ചരുതാ. ഇത് മതി. അങ്ങനെ പണിയെടുക്കണ്ടേ? പണി
നമ്മള് മെയിൻ സാധനം കാണില്ല. എന്താ? ഞാൻ കൊറേ നേരം തിരഞ്ഞെടുക്കുന്നു. ഇത് മൊയ്ക്കോലോ? മോക്കോലോ എന്തായാലും വെള്ളാരം കല്ലി. വെള്ളാരം കല്ലില്ല. വെള്ളാരം കല്ലില്ലെങ്കിൽ പണി നടക്കുവോ? ഏയ് വെള്ളാരം കല്ലില്ല. നിങ്ങൾ മരപ്പണിക്ക് വന്നാണോ അതോ കല്ല് പണിക്ക് വന്നോ? ഇത് മൂർച്ചയാക്കണ്ടേ? ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ മൂർച്ചാക്കിട്ട് കൊണ്ടുവന്നാ പോരെ ഇത്? മൂർച്ചാക്കുക അവിടുന്ന് മൂർച്ചയാക്കിയിട്ട് പിന്നെ അല്ലാണ്ട് സാധാരണ ഗാനമേളയ്ക്കൊക്കെ ആൾക്കാർ അവിടുന്നേ തവല കൊട്ടി വന്നിട്ട് വരില്ല, പാടില്ല. അത് അവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഒരു ഗാനമേള നടത്തല്. അതേമാതിരിയാ ഞങ്ങളും. പുള്ളി മൂർച്ചല്ലെങ്കിൽ പണി 4 ദിവസം നീളേ. എടോ ഇതെന്താ പോവില്ല? ഇതെന്താ കാട്ടിന്? നമ്മള് പണി എടുക്കണ്ടെന്ന് പോലെ കാണണ്ടേ? അത് വേണോ? അല്ല ചായന്റെ വെള്ളമൊക്കെ ഉണ്ടോ? ചായ വെള്ളം വേണോ? എന്റെ ലേശം കിട്ടിയ തിരക്കില്ല. പണി നല്ല പണിയാട്ടോ. എന്തൊക്കെ നോക്കണോ? ആവൂ വല്ലാത്തൊരു പണി തന്നെ കേട്ടോ. ഇത് തീരാത്ത പണിയാണല്ലോ. ഇതൊക്കെ ഒരു പണിയാ. നമ്മളെ വയനാട് മുത്തങ്ങല്ലേ? അതിൽ അറ്റം പണിസാരം കൂടെ എടുത്തോണ്ടേ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മുത്തങ്ങ മുത്തങ്ങയില് പുലിക്കൂട് വെച്ചാളാ. മുത്തങ്ങയില് അതായത് പുലിന്റെ ആക്രമണം. കലക്ടർ നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് പുലിന്റെ ആക്രമണം ഉണ്ട്, എന്തെങ്കിലും ചെയ്യാ പുട്ടിയൻ. ഞാൻ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ആ വഴിക്ക് എന്നെ വിളിച്ച് ഞാൻ എന്ത് ചെയ്ത് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ മുത്തങ്ങ പുഴ അങ്ങോട്ട് കടന്നു. നിന്റെ കൂടെ നായുണ്ട് എനിക്ക് കൈസറ. അങ്ങനെ നേരെ നീന്തി അവിടെ എത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് കുറെ പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ നോക്കിയില്ല, കൈസർ നോക്കുന്നുണ്ട്. പിന്നെ നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പള്ളി മുത്തങ്ങ കാട്ടിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലച്ഛനാ വിളിച്ചേ. ആ പള്ളിയിലച്ഛൻ വിളിച്ചപ്പോഴേക്കും നേരെ അവിടെ എത്തി. എന്നിട്ട് എപ്പോൾ നിങ്ങള് മേലോട്ട് വെടിവെച്ചിട്ട് എപ്പോഴും ഒരു കാക്ക വീണല്ലേ? ഇല്ലേ? അപ്പൊ പുലി നിങ്ങളെ വീടിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയില്ലേ? ഇതിനെപ്പോ നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തി ഇല്ലേ? എന്നിട്ട് പിന്നെ കൈസർ വേറെ കളിച്ചിട്ട് എന്തോ ഭ്രാന്തളിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഇല്ല, നിങ്ങളുടെ ചങ്ങായിക്ക് ഒരു ഭ്രാന്തളിയില്ലേ? ഇല്ലേ? എന്നിട്ട് ഉർവശീന്റെ അനിയനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ ജയിലിൽ പോയേ? ഇതെങ്ങനെ പേപ്പറിലുണ്ടായിന്? ഇല്ല, ഞാൻ ടിവിയിലുണ്ടായിരുന്നു മൃഗീയ സിനിമ. 1.25 ഇഞ്ച് ആയിട്ടോ? ആണോ? 1.25 ഇഞ്ചായി. അല്ല 1.25 ഇഞ്ചായി? അല്ല അങ്ങനെയല്ല, 1.25 സമയം. അതെ, ചോറിനണ്ടേ? ചോറിന് പപ്സ് ഉണ്ട് ഇവിടെ. പപ്സ് ഒന്നും വേണ്ട. ഇത് പൈസ എടുത്തേക്കേ. ഏത്? ഒരു 600 റുപ്യ. 600 റുപ്യ? 3 ആളുണ്ടാവേ. 3 ആൾക്ക് 600 റുപ്യ ചോറിനാ? നിങ്ങൾ എന്ത് ചോറ നിങ്ങൾ തിന്നുന്നത്? ഞങ്ങൾ കുറുവ ചോറ് തിന്നൂല, കുറവ തിന്നൂല. പിന്നെന്ത്? ബിരിയാണിയാ. ഓന് വേണ്ടി വരില്ല. പൈസ കൊടുത്തോടി. ചോറ് ഗാനപ്പിന. അല്ല എനക്ക് ഗാനപ്പിന ഓങ്ങ ഉണ്ടോന്നല്ലാണല്ലോ അല്ലേ? എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പത്തലുമുട്ടിലൊക്കെ ഒന്ന് കഴിഞ്ഞ്. ലിച്ചി, അവരെന്തായാലും തിരിച്ചു വരാൻ സമയം എടുക്കുന്നോണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണ്ടേ? ലോകം മുഴുവൻ ആഘോഷിച്ച ഒരു മലയാള സിനിമാ ഗാനമാണ് ജിമ്മിക്ക് കമൽ. അതെ, ജിമ്മിക്ക് കമൽ എന്ന് പറഞ്ഞാൽ ഉടനെ ജിമ്മിക്ക് കമൽ. അതെ, ആ പാട്ടിനെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും എന്തൊക്കെയാണ് റെസ്പോൺസും അതിന്റെ ഓർമ്മകളും? നമ്മൾ എവിടെ പോയാലും എനിക്ക് തോന്നുന്നു അപ്പാനിരവി പോയിട്ട് ചെന്നൈയിലൊക്കെ പോയി പറഞ്ഞു, ലിച്ചി ഈ പാട്ട് ഇവിടെ ഭയങ്കര ഹിറ്റാ. അവര് ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് ദേ ചിമ്പിക്കി കമ്മലിലെ ചേട്ടൻ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. സോ ഒരു പാട്ട് അത്രയും ഹൈപ്പിൽ പോവും, അതിൽ ഭാഗമാവാൻ പറ്റുന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. എവിടെ പോയാലും അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം. ഓക്കെ, പുതിയ സിനിമ വരാൻ പോകുന്നത് സച്ചിൻ എന്ന് പറയുന്ന സിനിമയാണ്. അതിന്റെ വിശേഷങ്ങൾ? സന്തോഷ് സാറാണ് ഡയറക്ടർ. മണിരത്നം എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ ഡയറക്ഷന്റെ സെക്കൻഡ് മൂവിയാണ്. സോ ധ്യാൻ ശ്രീനിവാസ് ആണ് ഹീറോ. അതിൽ അജു വർഗീസ് ഉണ്ട്, രഞ്ജി പണിക്കർ ഉണ്ട്, രമേശ് പിഷാരണി ഉണ്ട്. സോ ഒരു ഫുൾ കൊമേഡിയൻ മൂവിയാണ്. സോ അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫൈൻ. ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ടുണ്ട്. വിഘ്നാദസ്യ നമഹേന്ന. അതെ, ഈ മാളിലെ പല അനിഷ്ടങ്ങളും കാണുന്നുണ്ട്. മൊത്തത്തിൽ ദോഷങ്ങളാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയും. ഭൂതം വർത്താനം പറയുന്നത് എനിക്കറിയാം. അങ്ങനെ മനസ്സിലായി? അല്ല, പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ വർത്താനം. ഞങ്ങൾ പറഞ്ഞതെല്ലാം അതേപടി പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും. പറയൂ കേട്ടോ, പറയത്തില്ല. 150 രൂപയുള്ളൂ ദക്ഷിണ. തന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ പറയും, പറയത്തില്ല. പേരെന്താ? പേര് അന്ന രേഷ്മ രാജൻ. അപ്പൊ നാളെന്താണ്? ചിത്തിര നല്ല നാളാണ്. കേട്ടിട്ടില്ലേ? ചിത്തിര പെണ്ണ്, ഓഹോ, വേളിപ്പെണ്ണ്, ഓഹോ. വൈറ്റില പാർക്കുണ്ടോ? വൈറ്റില പാർക്ക് മാത്രമല്ലടാ, അവിടെ ഒരു ഹബ്ബുണ്ട്, അപ്പുറത്തൊരു ബാറുണ്ട്, പിന്നെ അവിടെ ഒരു പാലത്തിന്റെ പണി നടപ്പുണ്ട്. അത് നോട്ട് തുടങ്ങി.
എന്തായി പറയണ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇതായിട്ട് അല്ല, പറയുക. ശാസ്ത്രീയമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ. ഇയാളുടെ നാളെ എന്താ പറഞ്ഞത്? എന്റെ പുണർദം. ഉണരാനുള്ള മോഹമുള്ള ഒരാളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല എനിക്ക്. അതെ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, ഇല്ല, എനിക്ക് ആ, ഓക്കേ. എന്റെ നാള് മൂലവാണി. ആ കണ്ടപ്പോ മനസ്സിലായി എനിക്ക്. അത് പറയണ്ട, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ 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 കഷ്ടകാലമായി. അതെ, അതെ. മൂലം നാളുകാർക്ക് കഷ്ടകാലം. അതെ, അതെ, അതെ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. മൂലത്തിൽ ഒരു അഗ്നിഹോമം നടത്തിയ കഷ്ടപ്പാട് മൊത്തം മാറി കിട്ടും. ആ അത് ശരിയാ, അത് ശരിയാ. അവന്റെ മൂലത്തിൽ അഗ്നിഹോമം നടത്തിയാൽ പൊള്ളി കേറില്ലേ? കൂടെ ജലധാര കഴിച്ചാൽ മതി, തീയാണെങ്കിൽ. അപ്പൊ ഈ 2 വഴിപാടാ ഇതിന് പ്രധാനമായിട്ടും പറയണേ. ഓ അത് ശരിയാ. എന്റെ നാളെന്താന്ന് പറഞ്ഞ മറന്നുപോയല്ലോ. എന്റെ നാട് ഭരണി നല്ല നാളാണ്. വെറും ഭരണിയില്ല, ഉപ്പുമാങ്ങാ ഭരണിയാ. ആ അതെ 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 നല്ല അടിയാ. അതെ അതെ നമ്മളങ്ങനെ കളിയാക്കരുത്. നമ്മൾ ഒരുപാട് സിനിമാക്കാർക്ക്, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് തൊമ്മിച്ച മല്ലിപ്പാടം എന്നും പറഞ്ഞൊരു മല്ലിയല്ല, പിന്നെ ഉരുളക്കിഴങ്ങല്ല, സബോളയല്ല, ഉരുളക്കിഴങ്ങല്ല, ഒരു എരിയുള്ള എന്തോ ഒരു പദാർത്ഥം. ആ മുളക് തൊമ്മിച്ചൽ മുളക് പാടം എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളെ കാണാൻ വന്നിട്ട് ഒരു സിനിമ ചെയ്യണം, ഒന്ന് നോക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, പുലിയെ വെച്ചൊന്ന് കീച്ചിയ പടം ഹിറ്റാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്രവചനമാണ് ആ ഫലം. 150 കോടി ക്ലബിലാ കയറിയത്. അതിന്റെ വകയായിട്ട് ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ 150 രൂപ ഞങ്ങൾക്ക് സംഭാവന തന്നു. പിന്നെ ഒരു നിശാ ക്ലബിൽ പോയി അടിച്ചു പൊളിച്ചു. അങ്ങനെ മൊത്തം ക്ലബ്ബ് പരിപാടിയായിരുന്നു. അങ്ങനെ നോക്കട്ടെ, ഉപലക്ഷണം പറയുന്നത് കൈനീട്ടുന്ന തന്നെ വെറുതെ വിടില്ല. ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടും കൊടുക്കുന്ന ഒരാൾ സ്വഭാവമുള്ള ആളാണ്. ദാനശീലം കൈനീട്ടി കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്ന് പറയത്തില്ല. ദാനശീലം ഒരുപാടുള്ള കയ്യിലുള്ളത് കൊടുത്താൽ മതി. വിറയലുണ്ടോ? അതല്ല, എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണത്. സംഭവം പൊളിഞ്ഞു തരൂല. കൈ നോക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കൈ നീട്ടുക, നീട്ടിക്കോ, ധൈര്യമായിട്ട് നീട്ടിക്കോ. ഒരുപാട് പോലെ പറയും, ഇല്ലാത്ത ഒന്നും പറയത്തില്ല. നല്ല സോഫ്റ്റ് കൈയാ. അല്ല തന്നോളൂ. അപ്പൊ ഈ രേഖ പറയുന്നത് ശനീശ്വരന്റെ അതായത് ഈ രേഖ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആയുർ രേഖ, ഇപ്പൊ ഈ രേഖ എന്ന് പറയുന്നത് തൊടാണ്ട് നോക്കുക. അല്ല ഇനി ഞാൻ, അപ്പൊ ഈ രേഖ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അപ്പുറത്തുണ്ടല്ലോ. അപ്പൊ ഞാൻ എടുത്തോളാം. അതായത് 2 സിനിമാക്കാരെ നമ്മൾ രേഖ പറഞ്ഞുതരാം. അതായത് ഇനി പടം പറഞ്ഞാൽ കൈ നീട്ടിക്കോ, ധൈര്യമായിട്ട് നീട്ടിക്കോ. അതായത് അല്ല നീട്ടിക്കോ, ധൈര്യമായിട്ട് നീട്ടിക്കോ. അല്ല നീട്ടിക്കോളൂ, പേടിക്കണ്ട. അതായത് ഈ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോയേ ക്ലബിൽ ഒരു പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു. സിനിമാരുടെ കയ്യെ തൊട്ടിട്ട് വരാന്ന് 150 രൂപ പന്തയം. ചെയ്യാൻ ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സ്, ഏത് രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം? ഒരു നെഗറ്റീവ് റോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് മാത്രമേ. അധികം ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല നെഗറ്റീവ് റോൾ ചെയ്യാന്നുള്ളത്. ആഗ്രഹങ്ങൾ പോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. ലിച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. സമരടിക്കണ കാലമായടി തിയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തിയാമേ സമരടിക്കണ കാലമായടി തിയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തിയാമേ 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 തിയാ തിയാ തിയാമേ 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 തിയാ തിയാ തിയാമേ സമരടിക്കണ കാലമായടി തിയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തിയാമേ 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 തിയാ തിയാ 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 തിയാമേ. അപ്പോ ലിച്ചി ഇവിടെ എത്തിയതിൽ സന്തോഷം. ഇനിയും വരണം. എല്ലാ ഞാൻ വീണ്ടും വരും. ആശംസകളും ഓക്കെ, നേരുന്നു. എല്ലാവരും ഇനിയും കാണുന്നതായിരിക്കും. Bye. ഓക്കെ, Thank you. ബൈ. ഇന്ദിര നോക്കി വിളിച്ചോണ്ടിരിക്കണേ. പോയി പണിയെടുക്കണോ? പണി. അതെ, ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ഇവിടെ ഗസ്റ്റ് വന്നിരുന്ന സമയത്തായിരുന്നു ഈ വക മലങ്കോലാക്കിയിട്ടുണ്ട് അവര് പോയത്. അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയതാണ്. ഞാൻ റെഡി ആയിക്കോളാം. വേഗം ആവട്ടെ. റെഡി ആയിക്കോളാം. എടോ എന്തായി കാര്യങ്ങള്? 4 ആളാ പണിക്ക് വന്ന്, ഉഗ്രം മണിക്കറാ. ഒരു കസേരയുടെ കാല് ശരിയാക്കാനായിട്ട് 4 പേരാ. അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ടേ ഉള്ളു. 12 മണിയായപ്പോഴേക്കും ഒരു ഭക്ഷണം കഴിക്കാൻ 600 റുപ്യ മേടിച്ച്. എന്തിന് ഭക്ഷണം കഴിക്കാൻ? എന്ത് ധാരണത്? അവരെ കൂടെ വന്ന ബംഗാളിയാ. ആണാ? അതെ ബായ് ബായ് വന്നേ.
വാ നിന്റെ ഒരു ദിവസത്തെ കൂലി എത്ര? കൂലി 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 ആ കൂലി 1500 മേസ്ത്രി വാങ്ങും. 300 എനിക്ക് തരും. 1200 ആയിക്കൊണ്ട് പോകും. നോക്ക് നിനക്ക് ഇത് ശരിയാക്കാൻ എത്ര ടൈം വേണം? 10 മിനിറ്റ് മതി. 10 മിനിറ്റ്? 10 മിനിറ്റ്. 2000 രൂപ ഞാൻ തരാം. റെഡിയാക്ക്. 2000? ജൽദി ജൽദി കറോ. ജൽദി ജൽദി जल्दी जल्दी എന്ന് വെച്ചാൽ ये വേഗം 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 ये थोड़ा काम है बेका है पहली बार सजन की आंखों में क्या ഇവന്മാരിങ്ങനെ തുടങ്ങി കഴിഞ്ഞാല് എന്നിട്ടേ നീ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നോക്കട്ടാ. बाय ആ कंप्लीट ഉത്തമ പണി കഴിഞ്ഞ് ഇതിനു വേണ്ടിയാണ് 4 അവന്മാര് വന്നത്. क्या भाई थोड़ा काम है बाय. ഓക്കെ ബൈ. നന്ദി നന്ദി. 2000. ഓക്കേ, വേണ്ട, വേണ്ട, പിടിക്കണ്ട. നീ വിട്ടോ. പൊക്കോ പൊക്കോ. ठीक है भाई. എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. मेरा नंबर നമ്പർ ഉണ്ട് എന്റെ അടുത്ത്. ഓക്കെ फोन मेरा फोन. സന്തോഷം കേട്ടോ. ആദ്യമായിട്ട് 2000 രൂപ കിട്ടുന്നെന്ന് തോന്നുന്നു. പാവം ഇതിനൊക്കെ പറ്റിക്കണം അവന്മാരൊക്കെ. ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. വെറുതെ ഒരു ബിരിയാണി തിന്നാലേ ബിരിയാണി പോരാ. മുക്കാ ഭാഗം ഇറച്ചി പല്ലിൻ്റെ ഉള്ളിലാ. ആ കേക്ക് നാളെ തിന്നാലോ? പയ്യ മോനെ ഊരെ വരാറുവാണ്. റെസ്റ്റ് എടുക്കാം. എന്തായി അതല്ലേ ഞാനും കൂടി വെക്കണം. എന്തായി? അതൊന്നുമില്ല, പണി ഊണ് കഴിച്ചു വരികയാണേ. ആ ഒരേ 10 മിനിറ്റ് റെസ്റ്റ് എടുത്താലേ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. അതെന്തിനാ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണ്? ഇവിടെ പണിയില്ലേ? അതൊക്കെ കഴിഞ്ഞ് പണി കഴിഞ്ഞോ? ഈ കസേരയുടെ കാലിളകിയാനല്ലേ നിങ്ങൾ 4 പേര് വന്നത്. അതൊക്കെ റെഡിയാക്കി. ആര്? ആ ബംഗാളി ബംഗാളി റെഡിയാക്കി? തനിക്ക് നാണാവൂലോ ഈ പാവപ്പെട്ട ബംഗാളികളെ പറ്റിക്കാനായിട്ട്. താൻ അവന് വേണ്ടി 1500 രൂപ മേടിച്ചിട്ട് 300 രൂപ പാവത്തിന് കൊടുക്കും. ബാക്കി 1200 രൂപ താനല്ലേ കൊടുക്കുന്നത്. എന്തിനാണോ ഇങ്ങനെ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നത്? അവന് ഞാൻ 2000 രൂപ കൊടുത്തു. 10 മിനിറ്റ് കൊണ്ട് അവനെ സാധനം റെഡിയാക്കി. അല്ല ഞാനിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ 3 കൂടി സ്ലോ മോഷനിൽ അങ്ങ് നടന്നോളി. വിട്ടോ വിട്ടോ വിട്ടോ. സ്ലോ മോഷൻ സ്ലോ മോഷൻ സ്ലോ. സംഭവം പൊളിക്കോട്ടെ. നമ്മുടെ കൈ നിൽക്കുന്ന കടകളുണ്ട്, അതുകൊണ്ട് നമുക്ക് കച്ചവടം നടക്കും. പിന്നെ ഓർഗണൊക്കെ എടുത്ത് വീണ് വെച്ചത് ഓർക്കണം. അതന്നെ അത് സംഭവം. ഓർക്കണമൊന്നും അല്ലടാ. കൊള്ളാലോ. രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാൻ പോവാ നിങ്ങള്. പിന്നെ ഭയങ്കര ബിസിനസ് അല്ലേ വരാൻ പോണേ. ബിസിനസ്സാ? പിന്നെ ഭയങ്കര സംഭവം വരാൻ പോണത്. ഒരു മിനിറ്റ് അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കണേ. ഇതൊന്ന് നോക്കിയാൽ അത് എത്രയുണ്ടോ നോക്കിയാന്നേത്? ഇത് 7 അടിയുണ്ട്. 7 അടിയുണ്ടോ? അതുപോലെ നോക്കിയാൽ കറക്റ്റ് നിന്ന് നോക്കിയാ അങ്ങോട്ട്. ഇവിടെ നല്ല സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ തൂക്കിടാട്ടോ ഒരു കമ്പിട്ടിട്ട്. ഇവിടെ പിടിക്കാം. അല്ല എന്താ സംഭവം എന്താണ്? ഞങ്ങൾ അങ്കമാലിന്ന് വരും. അങ്കമാലി ആ ഞങ്ങൾ ഭയങ്കര ബിസിനസ്. ഞാൻ അങ്കമാലി സെൽവൻ. അത് അങ്കമാലി സെന്തില് ഭയങ്കര ബിസിനസ്സാ. ബിസിനസ് ഒന്നോ പറഞ്ഞ നേരം വെളുക്കുമ്പോ തൊട്ട് ബിസിനസ്. അല്ല എന്താണ് സംഭവം? കണ്ടോ വരും. അടി വെട്ടാൻ പോയേക്കുന്നുള്ളു. അടിയൊക്കെ പിന്നെ പുറകെ വരും. അല്ല ഈ കടറ ഫ്രണ്ടിൽ തന്നെയാണ് ഇത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനേക്കാളും വലിയ സംഭവം നമുക്കിവിടെ വരാൻ വേണ്ടി പോണേ. ഇതിന്റെ ആള് ഇവിടെ ഇല്ല. പുള്ളിനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ കടയിൽ ചെല്ലേ പൊറോട്ട കഴിക്കാം. അങ്ങോട്ട് ചെല്ലേ. ഇവിടുത്തെ ആള് നാട്ടുകിടപ്പ് പറഞ്ഞോളൂ. ഇവിടെ ആളില്ല. കാര്യം നടത്താൻ നമ്മളെ കടയില്ല. നമ്മളെ എന്നാലും അതിന്റെ ഫ്രണ്ടിലൊക്കെ അങ്ങനെ വന്ന് ഒന്നൂടെ കൂവിക്കേ. അത് മതി. അത് കിട്ടിയാ മതി. സാധനം കിട്ടിയാ മതി. രാവിലെ വന്ന് എന്തോ അളവ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് ഇത് നടക്കട്ടെ നീ. അല്ല അതെ മുനിസിപ്പാലിറ്റി നിന്നാണോ? അല്ലല്ല അങ്കമാലി ബിസിനസ്സുകാരാ ഞങ്ങള്. ആണോ? ഞാൻ വിചാരിച്ച മുനിസിപ്പാലിറ്റി ഞങ്ങൾ കയറ്റി പിടിച്ചിട്ട് വന്ന് അളന്നിട്ട് അത് കട്ട് ചെയ്യാൻ. അതല്ല. ആരെ മനസ്സിലായല്ലോ. ഞാൻ ഈ കടയുടെ ഓണറാണ്. വന്നൊരു കാര്യം പറയട്ടെ. ചേട്ടനാണോ ഈ കട? ഇതെന്റെ കടയാ. അതെ. അതെ അടിക്കൂ. അടിക്കൂന്ന് ചോദിച്ചാ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അടിക്കുള്ളൂ. വിശേഷ ദിവസങ്ങളിലോ? ഇന്നും വിശേഷമുണ്ടോ? എനിക്ക് മിക്ക ദിവസവും വിശേഷങ്ങളാണ്. ആണല്ലേ? ഞാൻ അടിച്ചു പോവും. ഈ അടിക്കുമ്പോ ടച്ചിങ് ആയിട്ട് എന്നാ ഉപയോഗിക്കുന്നത്? ടച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവറിഞ്ഞ സാധനം മാറ്റി അന്നേരം അവിടെ നിന്ന് തന്നെ അടിക്കുകയാണ്. അപ്പൊ ടക്കുന്നൊരു അച്ചാറേ കിട്ടത്തുള്ളൂ. അതാണ് കൂടുതലും ടച്ചിങ്. മുതലാളിയല്ലേ? അതെ അതെ. ഇവരതിന്റെ വാതൊക്കെ പോയിരുന്നുണ്ട് അച്ചാർ നാക്കി. നിലനിൽപ്പാണുള്ള വലുത് അതാണ്. ഈ ഇറച്ചി ഐറ്റംസിനോട് താല്പര്യമുണ്ടോ? അയ്യോ ബീഫ് ഭയങ്കര താല്പര്യം എനിക്ക്.
ബീഫ് ഫ്രൈ, ബീഫ് ഒലത്ത്, ബീഫിനെക്കാട്ടിലും ഉഗ്രമാണ് സാധനം ഉണ്ടെന്നാണ് പോട്ടി. ഞാൻ പോട്ടിയുടെ 4 പ്ലേറ്റ് ചോറൂടെ നമ്മൾ കൂടെ അടിക്കടി. അതാണ് പേരെന്തോ പേര് എന്റെ ഒരു ബേബിച്ചൻ. നല്ല സാധനത്തിനാ കൈ കിട്ടിയ ഇതെല്ലാം കൂടെ അടുത്ത് കിട്ടിയ കഴിക്കുവോ? ഏതെല്ലാം കൂടെ ഈ സാധനം എല്ലാം കൂടെ അടുത്ത് കിട്ടുവാണെങ്കിൽ കഴിക്കുവോ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് സംഭവം നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ഈ സാധനം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ബീഫ് എല്ലാം കൂടെ, ബീഫ് ഒലത്തിയത്, ഈ ബീഫ് റോസ്റ്റ്, ആ. കക്ക ഇറച്ചി, ഇതെല്ലാം കൂടെ നമ്മുടെ കൈവെള്ളയിലേക്ക് അടുത്ത് കിട്ടുവാണെങ്കിൽ എല്ലാം കൂടെ എല്ലാം കൂടെ സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയാ. പക്ഷേ സ്ഥാപനത്തിന്റെ ഇവിടെ നമ്മൾ കഴിക്കുന്നത് ശരിയല്ല. നമുക്ക് പുറകോട്ട് പോകാം, ബാത്റൂം ഉണ്ട്, അവിടെ നിന്ന് അടിക്കാം. അതല്ല പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ചെറിയ ബിസിനസ് തുടങ്ങാൻ പോവാ. ഇതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കുറച്ച് ഇറച്ചി കച്ചവടം. അതാണ് അതാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെട്ടി ഇറച്ചി കച്ചവടം. എവിടെ വെച്ച്? ഇവിടെ വെച്ച് എന്റെ കടയുടെ മുമ്പിലോ? ഇറച്ചി കച്ചവടോ? പന്നി ഇറച്ചിയുണ്ട്, കോഴി ഇറച്ചിയുണ്ട്, പിന്നെ ഉള്ളത് കക്ക ഇറച്ചിയുണ്ട്. എന്നെ സാധനം വേണമെങ്കിൽ എന്റെ കടയുടെ ഫ്രണ്ടിൽ വെച്ചൊന്നും ഞാൻ സമ്മതിക്കല്ലത്. എന്റെ പൊന്നു സുഹൃത്തെ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ പുളിങ്കുരു എണ്ണി കൊടുത്തിട്ടല്ല നിൽക്കുന്നത്. പുളിങ്കുരു ആണേലും എന്നാ കുരു ആണേലും എന്റെ കടയുടെ ഫ്രണ്ടിൽ വെച്ച് ഇറച്ചി വിട്ടാൽ ഞാൻ സമ്മതിക്കില്ല. സുഹൃത്തെ ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഇതിനെ വാദിക്ക വെച്ച് ഇറച്ചി കച്ചവടം നടത്തി അതിന്റെ മണമൊക്കെ അടിച്ച് കസ്റ്റമർ കയറുമോ? ഒരു കാര്യം ചെയ്യും, വേവിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, ഒരു കൈലിമുണ്ടോ ഞങ്ങളുടെ ഗ്ലാസ്സിലോട്ടിട്ട് ചോര തെറിക്കല്ല, തീർന്നില്ല സംഭവം. ചെവിക്കടിക്കാൻ പൊട്ടിക്കാൻ പറഞ്ഞ എന്റെ കടയുടെ വാതിക്കലെങ്ങാനും നിങ്ങൾ ഇറച്ചി കച്ചവടമായിട്ട് വന്നാ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ തുടങ്ങും. ഒന്നും നടക്കില്ല. എന്താ പ്രശ്നം? എന്താ ഒരു ബഹളം? നമ്മുടെ കടയുടെ വാതിക്കയിൽ വന്നവന്മാര് ഇറച്ചി കച്ചവടം ചെയ്യാൻ പോകുന്നു. എടാ, തനിക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? ഇത്രയും നല്ല design ഒക്കെ പൊട്ടിച്ചിട്ട് ഈ പെണ്ണുപിള്ള ഇറച്ചി വെട്ടാൻ നിങ്ങൾക്ക് ആരെടാ പറഞ്ഞത്? ഈ പെണ്ണുപിള്ളയുടെ വർത്താനം കേട്ടോ തോന്നുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ കച്ചവട കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പിള്ളേട്ടാ അരങ്ങടി ഇട്ട ഡ്രസ്സിന്റെ മാന്യത കാണിക്കും അറിയാം. അതുകൊണ്ട് ഞാനത് നോക്കിക്കോളാം. എന്റെ കാര്യത്തിൽ നീ പറഞ്ഞു കേട്ടോ. എന്റെ കടയുടെ വാതിക്കാൻ നടത്താൻ ഞാൻ സമ്മതിക്കല. അതന്നെ കയറി പോടിയകത്ത്. എന്നോടാണോ പറഞ്ഞത്? നീയോ? സാധാരണ അങ്ങനെ പറയാറില്ലല്ലോ. മനുഷ്യൻ ജീവിക്കുന്നതിൽ ഇത്ര കണ്ണിക്കടിയുള്ള ആൾക്കാര് എന്ത് ചെയ്യൂന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പൈസ ഇത് മതി. കാരണം എത്ര ഇത് മതിയല്ലോ. ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് അരിഞ്ഞാ മതിയല്ലോ. എന്താ ഇവിടെ പരിപാടി? ഇത് അങ്ങനെയല്ല, നിങ്ങൾ വേണം അങ്ങ് വരെ പോകും. ടേപ്പിന് നീളം എടുക്കാൻ വേണ്ടി വന്നല്ല, ഞങ്ങള് ഒരു ബിസിനസ്സുകാരാണ്. ഞങ്ങള് ബിസിനസ് ഞങ്ങൾ അങ്കമാലി എന്ന ആൾക്കാരാ. സെൽവൻ, ഞാൻ സെന്തില്. ആയിക്കോട്ടെ, ബിസിനസ് നടത്തിക്കോ, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാ. ഇവിടോ? വാ പറയാം. ഇത് പുള്ളിക്കാരൻ ഇതിന്റെ മുതലാളിയാണോ? യന്ത്രമനുഷ്യൻ. എന്ത് ബിസിനസ്? ഞങ്ങൾ കട്ടിങ്ങും ഷേവിങ്ങും. എന്താ ഇവരിവിടെ കിടന്ന് ഭയങ്കര അളക്കൊക്കെ ചെയ്യും. ഇവരെ എനിക്കറിയാം. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് ഇവിടെ കിടന്ന് ബഹളം വെച്ചത് അവരുമായിട്ട്. അവര് തീരെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ. അവരങ്ങനെയാണ്. അവരറിയില്ല നല്ല ആൾക്കാരെ കണ്ട. മേഡം, അവര് കട്ടിങ്ങും ഷേവിങ്ങിന് വന്നാണ്. അവര് കട്ടിങ്ങും ഷേവിങ്ങിനും വന്നാണെങ്കിൽ അകത്തോട്ട് വിളിച്ചിരുത്തി ചെയ്ത് കൊടുക്കും. ഇവിടെ നിർത്തിയാണോ സംസാരിക്കുന്നത്? കട തുടങ്ങാൻ വന്നാണ് അവര്. വേറെ കടയോ? നിങ്ങൾ ഹലോ, അതെ അതെ മനസ്സിലായി. ആയിക്കോട്ടെ, ഞങ്ങൾ പുതിയൊരു ഷോപ്പിന് ഞങ്ങൾ അഡ്വാൻസ് വാരിക്കുരിയാൻ കൊടുത്തല്ലേ? ബിസിനസ് കാശുണ്ടല്ലോ. എന്ത് ബിസിനസ്സാ? ഞങ്ങൾ ഷേവിങ് നടക്കൂല. ഞങ്ങൾ എന്തിനാ തുറന്നു വെച്ചോണ്ട് ഇവിടെ ഇരിക്കണേ? ഇതിനകത്താണ് കട്ടിങ്ങും ഷേവിങ്ങും. ഒരു മോളിലോ ഒരു കടയില് കട്ടിങ്ങും ഷേവിങ്ങും ചെയ്താൽ മതി. അത് ഞങ്ങൾ പൈസ ഇവിടെ കൊടുത്തതാ. നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരില്ല. ഇത് ഒരെണ്ണമുള്ളൂ, ഇത് ഒരെണ്ണം മതി ഈ മാളില്. നിങ്ങൾ പോയില്ലേ? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഹലോ സുഹൃത്തെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കട്ടിങ് ഷേവിംഗ് പറഞ്ഞ നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കാണിച്ച പിന്നെ നിങ്ങൾ എന്ത് ഉപയോഗിച്ചാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത്? എന്ത് ഉപയോഗിച്ചാണ്? പിന്നല്ലാതെ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. ട്രിമ്മർ ഉണ്ട്, ഡ്രയർ ഉണ്ട്, മറ്റേ സിസർ കട്ട്, സിസർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും അല്ല. ഞങ്ങളുടെ കട്ടിങ്ങും ഷേവിങ്ങും ഞങ്ങൾ കാണിച്ചു തരാം. മിഷീൻ എടുത്തോളാം. അല്ലേ ഞങ്ങളെ ഷേവിങ്ങിനും ഇതൊക്കെ തന്നെയല്ലേ? വേറെ ഫോറിൻ സാധനമാണ് ബിസിനസ് അവർക്ക് കൂടുതലുള്ളൂ. ഇതാണ് ഞങ്ങളുടെ കട്ടിംഗ് മെഷീൻ, ഇതാണ് ഷേവിംഗ് മെഷീൻ. അതാണ് അത്രേ ഉള്ളു കാര്യം. നിങ്ങൾ അവിടെ വന്ന് വേറെ ബിസിനസ് അല്ലേ പറഞ്ഞത്? ഇവിടെ പിന്നെ കട്ടിങ്ങും ഷേവിംഗ് എന്ന് പറഞ്ഞു. ഇത് കൈക്കോളാനിക്ക് പണി ഉണ്ടാക്കും. നിങ്ങൾ അമൃതാനെ വിളിച്ചോണ്ട് പോകണം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് പറഞ്ഞാൽ, എന്റെ സുഹൃത്തെ ഇറച്ചി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൂടി ഞങ്ങൾ കട്ട് ചെയ്യും. ഇറച്ചി കട തുടങ്ങാനാണ് ഞങ്ങൾക്ക് അവിടെ.
നിന്റെ കടയുടെ ഫ്രണ്ടിൽ ഇറച്ചിക്കടയോ ഓടിക്കണ്ടേ ഇവിടെ ഇവിടെ ഒന്നും തുടങ്ങണ്ട ഈ മാളിന്റെ അകത്ത് ഞങ്ങൾ സമ്മതിക്കില്ല. അതെ ഡീസന്റ് ആയ ആൾക്കാർ വരുന്നതാണ്. ഈ മണം പഠിച്ചെന്ന് ഇവിടെ ആൾക്കാർ വരികയല്ല, അറിയോ? വേണ്ടെന്നുള്ളതാണ് നിങ്ങളൊരു തോർത്ത് വലിച്ചു വെച്ച് കേട്ട് നിൽക്കുന്നേ. ഞങ്ങളുടെ കച്ചവടം നടക്കണ്ടേ? എന്താണേലും ഇവിടെ നടക്കില്ല. വിരളിയാ മുറിച്ച് കളയും. അയ്യോ അച്ഛന്റെ പേരില് ഓയിലടി ഇവിടെ ഉണ്ട്. അതെ അതെ വന്നു അതെ, വന്നു മാഡം ഇതെന്തത് ഇത് ഷേവിങ്ങിനുള്ള സാധനം. ഇത് മാഡം പെർമിഷൻ കൊടുത്തിട്ടാണത്. കൊടുത്തിട്ടോ? അതെ, ഈ കത്തി കൊണ്ടുവന്നത് സുഹൃത്തെ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ അങ്കമാലിന്ന് വന്ന ബിസിനസ്സുകാരാ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എണ്ണി മേടിച്ചായിരുന്നോ? 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 കട്ടിങ്ങും ഷേവിങ്ങിനും പറഞ്ഞോണ്ട് ഞങ്ങൾ ഇവിടെ റൂം എടുത്തായിരുന്നു. മേഡം, ഈ കട്ടിങ് ഷേവിംഗ് എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? എന്താ? ബീഫ്, അതായത് കട്ട് ചെയ്യുക, ഇത് വെച്ചിട്ട് ഷേവ് ചെയ്യുക. ഇറച്ചി കച്ചവടം. ന്യായമായിട്ടുള്ള സാധനമുണ്ട്. ഇറച്ചി കച്ചവടം ഒന്നും ഇവിടെ പറ്റും നടക്കില്ല മേഡം. ഇറച്ചി കച്ചവടം ചെയ്യാൻ മോശമാണ്. ഞങ്ങൾക്ക് അത് മനസ്സിലായി. കാര്യം ആൾക്കാർ കയറി വരാൻ നേരത്തെ രക്തമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അത് മോശം പരിപാടിയാണ്. ഞങ്ങൾ ബോഡി സ്പ്രേ കിട്ടോട്ടെ. ബോഡി സ്പ്രേ അതൊക്കെ അങ്ങനെയാണെങ്കിൽ എഗ്രിമെന്റ് ചെയ്യണം. എഗ്രിമെന്റ് ചെയ്യാം. അല്ല, അവസാനം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമല്ലെന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനെ പരിപാടി ഓക്കെയാണോ? അല്ല, എന്നാലും അവർക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് പേര് വേണ്ടേ? എഗ്രീം പേപ്പർ ഇവിടെ ഉണ്ടെന്നേ. എവിടെ കക്ഷത്തി വെച്ചിരിക്കുന്നത്? നമ്മളെ അത് നല്ലൊരു കാര്യം. നമ്മുടെ മോള് മൊത്തം നല്ല സുഗന്ധം സുഗന്ധമായിരിക്കും. കൊണ്ട് സുഗന്ധം കൊണ്ട് നിറയും. അതെ. ഞാൻ തേപ്പോട്ട് വെച്ച് എല്ലാരും ഒപ്പിട്ടെ മേഡം. അല്ലെ പിന്നെ ഞങ്ങള് ബിസിനസ്സുകാർ വരും പൊട്ടന്മാരായി. ഇനി അതിനെ കുറിച്ച് സംസാരിക്കണ്ട. ഒപ്പിടുന്നുണ്ടല്ലോ പിന്നെ എന്നാ? എഴുത് എന്ത് എല്ലാരും വന്നിട്ടോ. കുനിഞ്ഞ് നിക്ക്. അയ്യോ അല്ല, എന്റെ ഒപ്പ് കണ്ടിട്ട് എനിക്ക് ഇനി ചിരി വരുന്നു, ചുണ്ടമ്പളം പോലെ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ സമ്മതിച്ചല്ലോ. കിടലായിരിക്കും, കിടുക്കനായിട്ടോ നമ്മള് സ്പ്രേ ഞങ്ങൾ അംഗീകരിക്കുന്നു. ബോഡി സ്പ്രേ ഞങ്ങൾ അംഗീകരിക്കുന്നു. നമ്മളെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ സംഭവം ഇവിടെ തന്നെ ആയിരിക്കും, മാളിൽ തന്നെ അത് തന്നെ ആയിക്കോട്ടെ അല്ലേ? ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാണകത്തിൽ നിന്നാണ്. ചാണകത്തിൽ ചാണകത്തിൽ ഞങ്ങൾ ബോഡി സ്പ്രേ ഉണ്ടാക്കുന്നു. എടോ, ഇത്രയും നാർന്ന ചാണകത്തിൽ നിന്ന് എങ്ങനെയാണോ ബോഡി സ്പ്രേ ഉണ്ടാക്കാൻ പോണേ? പിന്നെ ജയസൂര്യക്ക് ആനമൂത്രത്തിനകത്ത് മിനറൽ വാട്ടറും ആനപ്പിണ്ടത്തിനകത്ത് ചന്ദ്രത്തിരി ഉണ്ടാക്കി, പിന്നെ ഞങ്ങൾക്ക് ഒരു ചാണകത്തിനകത്ത് ബോഡി സ്പ്രേ ഉണ്ടാക്കുന്ന കുറ്റമല്ലേ? എടോ ജയസൂര്യ, അതൊക്കെ മോളിനകത്ത് കൊണ്ടല്ലല്ലോ ഉണ്ടാക്കിയത്. എഗ്രിമെന്റ് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ഉണ്ട്, അത് മതി. വേണ്ട, ഒരു ലോഡ് ചാണകമായിട്ട് ഇപ്പൊ വരാം. ഇതിനൊക്കെ കാരണം ആൻ മാഡം ഒരു ഒറ്റ ആളാണ്. അതെ, ഇതിൽ ഞങ്ങൾ ആരും ഇടപെടില്ല. പക്ഷെ ഇതിനകത്ത് ചാണകം കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ സോൾവ് ചെയ്തോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. ഇതിനുള്ള ഒരു കട വരും, അത് നല്ല കടയായിരിക്കും. നോക്കിക്കോ കടയോ. വല്ലാത്തൊരു കുഴപ്പമായല്ലോ. എന്തായാലും ഇതിന്റെ തീരുമാനം റെഡിയാക്കി പറ്റുള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ.